റിസ്ക് എടുക്കണമെങ്കിൽ എനിക്കൊരു എമൗണ്ട് വേണം. അതെ. എനിക്ക് അപ്പൊ ബാംഗ്ലൂരിലോട്ട് പോയി ഒരു നല്ല ഒരു ഡെവലപ്പറിന് ഹയർ ചെയ്യാൻ ബഡ്ജറ്റ് ഫസ്റ്റ് ഇല്ല. ഓക്കെ. സോ ഈ പെയിൻ പോയിന്റ് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ആവശ്യം റിസോഴ്സസ് വേണമായിരുന്നു ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. എനിക്ക് തോന്നിയത് ഓക്കെ നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ലൈക്ക് there are very good talents are നാട്ടിൽ ഇഷ്ടം പോലെ ടാലൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇത് വർക്ക്ഔട്ട് വാലിഡേറ്റ് ചെയ്ത് ഓക്കെ, ബട്ട് മിനിമൽ ഒരു 2-3 CA എടുത്ത് വാലിഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് സം എമൗണ്ട്. സോ എനിക്കുള്ള ആകെ ഒരു ഓപ്ഷൻ ഒന്നെങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാത്തൊരു സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സം റിസർച്ച്. അപ്പോഴാണ് ഐ കേം ടു നോ അബൌട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഓക്കെ. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ ഫോർ മീ. സോ ഞാൻ അപ്പോൾ ചെക്ക് ചെയ്തു, അപ്പോഴാണ് കുറച്ചേറെ ഗവൺമെന്റ് ഗ്രാൻസിനെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങി. ഗ്രാൻഡുകളെ കുറിച്ച്. എക്സാക്ട്. ഓക്കെ. ഇതൊരു എപ്പോഴും ആളുകൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാൻഡ് എന്നുള്ളത്. യെസ്. അപ്പോൾ ഷിമിലൊരു ഗ്രാൻഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് കേരള. അതെ. സോ അത് ഒബിയസ്ലി നമുക്ക് നേടുണ്ടാവുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുള്ളൂ. എനിക്ക് അപ്പൊ എമൗണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ സെർച്ച് ചെയ്തപ്പോ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഞാൻ ബാംഗ്ലൂരിലാണ് കർണാടക സ്റ്റാർട്ടപ്പ് മിഷന് നോക്കി. ഐ മീൻ കർണാടകന്റെ ഗവൺമെന്റ് നോഡൽ ഏജൻസി നോക്കി. പിന്നെ അതേപോലെ തമിഴ്നാടിന്റെ സ്റ്റാർട്ടപ്പിനെയും ചെക്ക് ചെയ്തു. ബിക്കോസ് ഐ ബോട്ടപ്പ് ഇൻ കോയമ്പത്തൂർ. സോ 3 കമ്പയർ ചെയ്തപ്പോ ലൈക്ക് ഒബിയസ്ലി അന്നത്തെ ടൈമില് തമിഴ്നാടിലും ആൻഡ് കർണാടകയിലും ഗ്രാൻഡ്സ് കിട്ടുകയാണെങ്കിലും ദേ ടേക്കിംഗ് up around 3 to 7% of the company something ഇക്വിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ആണെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ബട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രമാണ് ദേ ആർ ഗിവിംഗ് ഫ്രീ ഗ്രാൻഡ്സ്. ഓക്കെ. അവര് ഈക്വിറ്റി ഒന്നും എടുക്കുന്നില്ല. സോ അത് ഒബിയസ്ലി എന്റെ ഇംപ്രഷൻ ലൈക്ക് ഫസ്റ്റ് ക്യാപ്ചർ ചെയ്തു. മനസ്സിലായി.